ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെലിംഗ് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. പെലിംഗ് എന്ന് പറയുന്നത് ഇവിടുത്തെ സിക്കിമിലെ വെസ്റ്റ് സിക്കിമിലെ ഒരു ഫേമസ് സ്പോട്ടാണ്. ബാക്കിൽ കാണുന്നതാണ് നമ്മളെ ഇവിടുത്തെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപാണ്, സ്കൈ വാക്ക് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഒരു റൗണ്ടിലെ സെറ്റപ്പും പിന്നെ ഒരു നമ്മുടെ ചെറിയൊരു സ്റ്റാച്യൂയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഇവിടെ വന്നതാണ്, ഇവിടെ കിടന്നുറങ്ങി. അതാ ബാക്കിൽ കാണുന്നതാണ് സ്റ്റാച്യു. നമുക്ക് അതിനകത്ത് കയറണം കേട്ടോ, തുറന്നിട്ടില്ല, സമയമെടുക്കും. പെലിംഗ് ടൗണിൽ നിന്നും ഇതാ ഇങ്ങോട്ട് റോപ്പ് വേ ഉണ്ട്. ഈ റോപ്പ് വേ വഴി വന്നിട്ട് വേണം ശരിക്കും ഇതിനകത്തോട്ട് കയറാൻ കേട്ടോ. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചെയ്യാറ്. കാരണം റോഡൊക്കെ വളരെ മോശമാണ്, നല്ല സ്റ്റീപ്പ്, നല്ല കയറ്റാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വണ്ടിയും കൊണ്ട് വന്ന് ഇതാണ് നമുക്ക് കാണാനുള്ളത്. തുറന്നതിന് ശേഷം ഇതിനകത്തോട്ട് കയറാം കേട്ടോ. ഇതാണ് കേട്ടോ സ്കൈ വാക്ക്. പെലിംഗിൽ സ്കൈ വാക്കിലല്ല കേട്ടോ. സ്കൈ വാക്ക് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറേണ്ടത്. അപ്പോൾ നമുക്ക് പെർ ഹെഡ് 100 രൂപ ടിക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് നേരെ കയറാം കേട്ടോ. നടന്ന് കയറാൻ ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളൊരുപാട് ആശുപത്രിയെല്ലാം പോയാലും തോന്നും, അതുപോലത്തെ വഴിയാണ്. ₹100 എൻട്രി ഫീ കൊടുത്ത് കയറിയിട്ടാണെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല കേട്ടോ. അവിടെ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപയുണ്ട്, സ്തൂപേൻ്റെ പൊടി പോലും കാണാനില്ല. നമുക്ക് ഷൂ അയച്ചു വെക്കണം കേട്ടോ. ക്ലാസ്സിൽ കയറുന്ന സമയത്ത് ഷൂ അയച്ചു വെക്കണം. ഒരുപാട് പ്രയർ വീൽസ് കാണാൻ പറ്റും. ചുറ്റുമുണ്ട് കേട്ടോ. സ്കൈ വാക്ക് എന്ന് പറയുന്നത് ഈ ഗ്ലാസ്സിൽ കൂടെ നടക്കലാണ്. വലിയൊരു സംഭവമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ എന്താ പറയുക, ബ്രിഡ്ജൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്രയൊന്നുമില്ല. ഇത് ഫുള്ള് ഫ്രെയിം വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ കുറേ ഇവരെ ഓരോ ബുദ്ധിസത്തിൻ്റെ കുറച്ച് സ്റ്റാച്യൂസ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതാണ് അവരുണ്ടാക്കി വെച്ച സ്കൈ വാക്ക് എന്ന് പറഞ്ഞിട്ടാ. പക്ഷേ തീരെ പോലെ നമ്മളെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഇല്ലേ, നമ്മളെ 900 കണ്ടിയൊക്കെ ഇല്ലേ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങൾ, അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല കേട്ടാ. കാരണം ഇത് ഫുള്ള് ഫ്രെയിമാണ്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പേടിക്കേണ്ട ഒരു സെറ്റപ്പ് ഒന്നും തോന്നില്ല. ഫുള്ള് ഫ്രെയിമുണ്ട് കേട്ടാ. അതുകൊണ്ട് തന്നെ ഒന്നും പേടിയൊന്നും തോന്നുന്നില്ല, വലിയ കാര്യമായിട്ടൊന്നുമില്ല. സ്കൈ വാക്ക് ഒന്നെങ്കിൽ കുറച്ചും കൂടെ ഹൈറ്റിൽ വേണമായിരുന്നു, അല്ലെങ്കിൽ ഈ താഴെ ഇങ്ങനെ ഈ ഫ്രെയിം കാണാൻ പാടില്ല. ഫ്രെയിം കണ്ടില്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വൈബ് ഉണ്ടായേനെ. ഇപ്പം വെറുതെ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുക. അവിടെ ഒരു ബുദ്ധൻ്റെ പ്രതിമയുണ്ട് കേട്ടോ. കോടയായിട്ടാണെങ്കിൽ ഒന്നും കാണുന്നില്ല, ക്ലിയറായി വരുന്നുണ്ട്. ക്ലിയറായി വന്നിട്ട് നമുക്ക് നല്ല ഷൂട്ട് എടുക്കാം. മൈത്രേയ ബുദ്ധനാണ്. ഓൺലി ഗ്ലാസ് ബ്രിഡ്ജ്. ഇത് ഭയങ്കര എന്താ പറയുക, ഫ്ലോപ്പായി പോയി. ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടുന്ന് നല്ല വ്യൂ എല്ലാം കിട്ടും തോന്നുന്നു, പക്ഷേ ഇത് ഫുള്ള് മൂടിക്കിടക്കാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവിടെ ക്ലൈമറ്റ് ഭയങ്കര എന്താ പറയുക, അത് ഡിപ്പെൻസ് ആണ് കേട്ടോ. ഭാഗ്യം ഉണ്ടെങ്കിൽ നല്ല വ്യൂ കിട്ടും, ഇല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. ഈ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ബുദ്ധൻ്റെ അടുത്ത് എത്താട്ടോ. അത്രയുണ്ട്. ഫുൾ പ്രയർ വീൽസ്.
ആ ഭാഗത്ത് നല്ല മലേൻ്റെ വ്യൂ കിട്ടുന്ന കേട്ടോ. പക്ഷേ ഫുള്ള് കോടയാണ്. എന്താ പറയുക, സാഹചര്യം നമുക്ക് എതിരാന്ന് പറഞ്ഞ പോലെ ഭയങ്കര കോടയാണ്. ആൾക്കാർ വന്നു തുടങ്ങി. ഏറ്റവും ഫസ്റ്റ് കയറി നമ്മളാട്ടോ. നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ട് ഇവിടെ സ്റ്റേ അടിച്ചാണ്. അതുകൊണ്ട് ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. പക്ഷെ ഒരു 100 റുപ്യ വാങ്ങേണ്ട മുതലുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല കേട്ടോ. രാവങ്ങളിൽ 50 റുപ്യ ഉള്ളൂ. ആ ഒരു അത്ര സെറ്റപ്പ് ഇവിടെ ഉള്ളൂ. എന്തിനാണ് ഇത്ര പൈസ എന്ന് എനിക്ക് അറിയില്ല. ഗ്ലാസ് ബ്രിഡ്ജെല്ലാം വേറെ കൂട്ടായിപ്പെട്ട ഒരു കാര്യമില്ല. കാരണം എല്ലാതിനും കൂടി ഒരു ടിക്കറ്റേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോൾ അവർ മുതലാക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇതിനൊരു 50 അതിനൊരു 50 എന്നുള്ള രീതിയിൽ 100 വാങ്ങുന്നതാണ്. കോടയെല്ലാം പോയി കേട്ടോ. വ്യൂ എല്ലാം നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇതിലാണ് നമുക്ക് കയറി പോകേണ്ടത് സ്റ്റെപ്പ്. 2 സൈഡിലും ഫുള്ള് പ്രയർ വീൽസ് കാണാം കേട്ടോ. ഇവിടെ സ്തൂപത്തിൻ്റെ 2 സൈഡുകളിലായിട്ട് നമുക്ക് പ്രയർ വീൽസ് കാര്യങ്ങളൊക്കെ വലുത് കാണാൻ പറ്റും കേട്ടോ. വരുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിന് ഇവിടുന്ന് മുകളിലുള്ള കാഴ്ചകൾ കാണാൻ കുറച്ച് പണിയാണ്. അത് നമുക്ക് ലോങ് സൈറ്റ് മാത്രമേ കിട്ടൂ കേട്ടോ. കോട വന്ന് മൂടാൻ തുടങ്ങി. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഒരു പ്രയർ വീൽ ആ സൈഡിലുണ്ട് കേട്ടോ. ശരിക്കും ഇത് കറക്കിയിട്ട് പ്രേ ചെയ്തിട്ട് വേണം അകത്ത് കയറാമെന്നാണ് പറയപ്പെടുക കേട്ടോ. നമ്മൾ രാവങ്കിലയിൽ കണ്ടിട്ടില്ല ആ ഒരു ബുദ്ധിസ്റ്റ് സ്തൂപത്തിൻ്റെ ആ ഒരു സെയിം സെറ്റപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഇതിരിക്കുന്നത് കേട്ടോ. അത് അടിപൊളി സൈറ്റാണ്. ഇതിനെക്കാട്ടി അടിപൊളി സൈറ്റാണ്. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇതും രസമുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അതിൻ്റെ ഗാർഡനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ്. നമുക്ക് ലോങ് സൈറ്റിൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഫുള്ള് ഗ്രീനറി, അതിൻ്റെ നടുക്കൊരു ബുദ്ധൻ്റെ പ്രതിമ. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. നമുക്ക് അടുത്തൊന്നും തീരെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ചുറ്റും നമുക്ക് ഇതേപോലെയുള്ള പ്രയർ വീൽസ് ഉണ്ട് ഇതിന് ചുറ്റും. മെയിനായിട്ട് ആൾക്കാർ ഇവിടെ ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ പ്രാർത്ഥിക്കാൻ കാര്യത്തിനൊക്കെയാണ് വരുന്നത്. കൊള്ളാം, സംഭവം കൊള്ളാം. നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ ചെറിയ പ്രയർ വീൽസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ചുറ്റി കാണാൻ. ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ അകത്ത്. നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. പെയിൻറ്റിങ്സൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. അകത്ത് അതിന് മുകളിൽ വരെ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ കാണേണ്ടവർ നേരിട്ട് വന്ന് കാണാം. എല്ലാ മൊണാസ്ട്രിയിലും തന്നെ കുറച്ച് പെയിൻറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റിട്ടേൺ പോവാണ്. തിരിച്ച് നടന്ന് സ്റ്റെപ്പ് ഇറങ്ങി അതിലിറങ്ങിയിട്ട് താഴെ എത്തണം കേട്ടോ. അപ്പോൾ ഇതാണ് സ്കൈ വാക്ക്. ഇത്രയേ ഉള്ളൂ സ്കൈ വാക്ക്. വലിയ സംഭവം എന്നല്ല, പക്ഷേ ജസ്റ്റ് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ അത്രയേ ഉള്ളൂ. ഇന്നലെ രാത്രി നമ്മൾ കയറി വന്ന വഴിയാട്ടോ. രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. റോഡെല്ലാം വളരെ മോശമാണ്. ഇതാണ് നമ്മുടെ മറ്റേ സ്കൈ വാക്കിലേക്കുള്ള റോഡ് കേട്ടോ. അത്യാവശ്യം വളരെ സ്റ്റീപ്പായിട്ടുള്ള റോഡാണ്. എന്തായാലും കൊള്ളാം.
അപ്പോൾ ഇതാ നമ്മൾ നേരെ ഇറങ്ങിയിട്ട് ഇതാ പെലിങ് ജംഗ്ഷനിലെത്തിയിട്ട് കേട്ടോ. ഇത് ചെറിയൊരു ടൗണാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി അടുത്ത കാണാനുള്ള എന്താണെന്നില്ല നോക്കണം കേട്ടോ. കാരണം ഇവിടെ വലിയ അധികം സ്ഥലങ്ങളൊന്നും കാണാനില്ല. ജസ്റ്റ് ഈ സ്കൈ വാക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന കേട്ടോ. അതും ഒരു പ്രാവശ്യം കാണാനുണ്ട്, അത്രയേ ഉള്ളൂ കേട്ടോ. വലിയൊരു സംഭവമായിട്ട് പറയാനൊന്നുമില്ല. അതെന്തായാലും നമുക്ക് അടുത്ത ലൊക്കേഷൻ ഇവിടുന്ന് തപ്പി കണ്ടുപിടിക്കണം കേട്ടോ. മിക്കവാറും ഗാങ്ടോക്ക് സൈഡിലേക്കായിരിക്കും കേട്ടോ നമ്മൾ പോകുന്നത്. ആ സൈഡാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും ഗാങ്ടോക്ക് സൈഡിൽ ഏതെങ്കിലും ഒരു വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.